ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കുറച്ച് ടിപ്സുമായിട്ടാണ്. എന്ത് ടിപ്സ്? യൂട്യൂബിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, അതായത് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മളൊരു യൂട്യൂബ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ തന്നെ അത് വ്യൂ ചെയ്യാതിരിക്കുക. നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഫോണുകൾ ഉണ്ടായിരിക്കാം, നമ്മുടെ തന്നെ ഫോണിൽ അത് നമ്മൾ വ്യൂ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം. പിന്നെ വരുന്നത് നമ്മളുടെ ആ യൂട്യൂബ് ലിങ്ക്, നമ്മളുടെ വീഡിയോയുടെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാതിരിക്കുക. പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ കയറിയിട്ട് നമ്മളുടെ ആ വീഡിയോ, നമ്മൾ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ കാണണം എന്നുള്ള ആ ഒരു റിക്വസ്റ്റ് കൊടുക്കുക, നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാവനയുടെ അങ്ങേ തലത്തിലൊക്കെ പോയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ വീഡിയോയ്ക്ക് തംബ്നെയിൽ കൊടുക്കുന്നത്. പിന്നെ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ പിന്നെ ചിന്തിക്കുന്നത്, അയ്യോ ഇത് വേണ്ടായിരുന്നു, ഇതിനെക്കാട്ടിലും വേറെ നല്ലൊരു ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനോ ഒക്കെ കൊടുക്കായിരുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ പോയിട്ട് തംബ്നെയിലും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ ചേഞ്ച് ചെയ്യും. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഏതാണോ തംബ്നെയിൽ ഇട്ടിരിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇരുന്ന് കമൻസ് നോക്കും, അല്ലേ? അപ്പോഴാണ് അതാണ്ട് വരുന്നത് കുറേ നെഗറ്റീവ് കമൻസ്. നമുക്ക് ഫ്രസ്ട്രേഷൻ വരും. ഓഹ്, ഇവൻ ആര് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടാൻ? ഉടനെ ആ കമൻറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്യും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നെഗറ്റീവ് കമൻസ് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് അനലിറ്റിക്സ് ചെക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്തു, ഇനിയിപ്പോൾ ഓരോരോ മണിക്കൂറിൽ നിങ്ങൾ അനലിറ്റിക്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത അടുത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് വ്യൂസ് പർച്ചേസ് ചെയ്യാതിരിക്കുക. അതിപ്പോൾ റോബോട്ടിക് വ്യൂസ് ആയാലും, നമ്മളിപ്പോൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ പല ഓഫേഴ്സും വരും. നമുക്ക് 500 1000 ഒക്കെ കൊടുത്തിട്ട് ഇത്ര 10,000 വ്യൂസും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഓഫേഴ്സ് നമുക്ക് വരും. അതിലൊന്നും വീഴാതിരിക്കുക. കാരണം ഇങ്ങനെ റോബോട്ടിക് വ്യൂസ് ആണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒരിക്കലും യൂട്യൂബ് നമ്മുടെ വീഡിയോ പുഷ് ചെയ്യില്ല, റീച്ച് ഉണ്ടാവത്തില്ല നമ്മുടെ ചാനലിന്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്ത ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നോക്കും, ഒന്നോ രണ്ടോ ദിവസം നമ്മൾ നോക്കും നമ്മുടെ വീഡിയോയ്ക്ക് എത്ര വ്യൂസ് ഉണ്ട്, നമ്മുടെ ചാനലിന് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് ഇല്ലയെന്ന് നമ്മൾ കാണുമ്പോൾ ഉടനെ പോയിട്ട് നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുറച്ച് സമയം കൊടുക്കുക. യൂട്യൂബിന് നമ്മുടെ വീഡിയോ പുഷ് ചെയ്യാനുള്ള കുറച്ച് സമയം കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ റീച്ച് ആവുകയുള്ളൂ. പിന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബിന് 24 മണിക്കൂറിൽ 3 വീഡിയോസ്, അതായത് 3 നോട്ടിഫിക്കേഷൻ മാത്രമേ നമ്മുടെ വ്യൂവേഴ്സിന് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ഒരു ദിവസം തന്നെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് വ്യൂവേഴ്സിൻ്റെ റീച്ച് ആവില്ല. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.